ഇടത് കണ്ണിന്റെ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിലെത്തിയ 7 വയസ്സുകാരന്റെ വലത് കണ്ണിന് ശസ്ത്രക്രിയ ചെയ്തെന്ന് പരാതിയുമായി കുടുംബാംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഗുരുതര പിഴവ് വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ അച്ഛൻ പരാതി നൽകുകയും ചെയ്തു. ഗ്രേറ്റർ നോയിഡയിലെ ആശുപത്രിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. നവംബർ 12-നാണ് സെക്ടറൽ ഗാമ 1-ലെ ആനന്ദ് സ്പെക്ട്രം ആശുപത്രിയിൽ 7 വയസ്സുകാരൻ യുധിഷ്ഠിർ ചികിത്സയ്ക്കെത്തിയത്. ഇടത് കണ്ണിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് വെള്ളം വരുന്നത് കൊണ്ടാണ് ചികിത്സ തേടിയതെന്ന് കുട്ടിയുടെ പിതാവ് നിതിൻ ഭാട്ടി പറഞ്ഞു. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ ആനന്ദ വർമ്മ പറഞ്ഞത് കുട്ടിയുടെ കണ്ണിൽ പ്ലാസ്റ്റിക് പോലുള്ള ഒരു വസ്തു ഉണ്ടെന്നാണ്. ശസ്ത്രക്രിയയിലൂടെ സുഖപ്പെടുത്താമെന്നും ഡോക്ടർ പറയുന്നു. ഓപ്പറേഷന് 45,000 രൂപ ചെലവാണെന്നും കുട്ടിയുടെ അച്ഛൻ പറയുന്നു. ചൊവ്വാഴ്ചയാണ് ശസ്ത്രക്രിയ നടത്തിയത്. വീട്ടിലെത്തിയപ്പോൾ ഇടത് കണ്ണ് കാണാനില്ല, വലത് കണ്ണിനാണ് പാസ്റ്റർ ഇട്ടിരിക്കുന്നതെന്ന് കുട്ടിയുടെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് മാതാപിതാക്കൾ ചോദിക്കാൻ ചെന്നപ്പോൾ ഡോക്ടറും ജീവനക്കാരും വളരെ മോശമായാണ് പെരുമാറിയതെന്നും കുടുംബം പറയുന്നു. തുടർന്ന് ഗൗതം ബുദ്ധ നഗറിലെ ചീഫ് മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകുകയും ചെയ്തു. ഗുരുതരമായ പിഴവ് വരുത്തിയ ഡോക്ടറുടെ ചികിത്സിക്കാനുള്ള ലൈസൻസ് റദ്ദാക്കണമെന്നും ആശുപത്രി അടച്ചുപൂട്ടണമെന്നും കുട്ടിയുടെ പിതാവ് പരാതിയിൽ ആവശ്യപ്പെടുകയുണ്ടായി. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഉടൻ നടപടിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു.